നിങ്ങൾക്കെല്ലാവർക്കും ഇടുക്കിക്കാരി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പായസത്തിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ്. അരി കൊണ്ട് വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ട് എങ്ങനെ പായസം തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഇന്ന് അരിപ്പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഉണക്കലരിയാണ്. ഇത് 250 ഗ്രാം അരിയാണുള്ളത്. പായസം അരിയെന്നോ ഉണക്കലരിയെന്നോ ഒക്കെ നമുക്ക് കടയിൽ ചെന്ന് ചോദിച്ചാൽ കിട്ടുന്നത് ഇതുപോലത്തെ അരിയാണ്. അടുത്തതായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇത് 2 ഇടത്തരം തേങ്ങ പിഴിഞ്ഞെടുത്തിട്ടുള്ള പാലാണ്. ഇതതിൻ്റെ 1-ാം പാല്, ഇത് 2-ാം പാല്, ഇത് 3-ാം പാല്. ഈ 1-ാം പാലാണ് നമ്മൾ തനിപ്പാലെന്ന് പറയുന്നത്. ഇത് പായസത്തിൽ ഏറ്റവും അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ശർക്കര ഉരുക്കിയതാണ്. ഇത് 1/2 കിലോ ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്, ഉരുക്കി അരിച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് ഏലക്കാപ്പൊടിയും നല്ല ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ ചുക്കും ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് 50 ഗ്രാം കശുവണ്ടിയും 50 ഗ്രാം ഉണക്കമുന്തിരിയുമാണ്. ഇത് നമുക്ക് ഈ നെയ്യിൽ വറുത്തിടണം. അപ്പോൾ നമുക്കിത് എപ്പോഴൊക്കെയാണ് പായസത്തിൽ അല്ലെങ്കിൽ പായസം ഉണ്ടാക്കുമ്പോൾ ഇത് എപ്പോഴൊക്കെയാണ് ചേർക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഇത് 1/2 മണിക്കൂർ കുതിർത്ത് കഴുകി വാരി എടുത്ത് വെച്ചിരിക്കുന്ന അരിയാണ്. അപ്പോൾ നമ്മൾ കുതിർത്ത് വയ്ക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈ 2 ഗ്ലാസ് 3-ാം പാലാണ്. ഇത് ഞാൻ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനകത്തേക്ക് ഞാൻ ഇതുപോലെ 3 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ഇത് ഞാൻ 3 വിസിലടിക്കുന്നിടം വരെ കുക്ക് ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അരി നന്നായിട്ട് വെന്ത് ചോറായിട്ട് കിടക്കുന്ന ആ ഒരു പാകമൊക്കെ മാറി കുറച്ചൊന്ന് പൊട്ടിയൊക്കെ വരണം. അപ്പോഴാണ് പായസത്തിന് നല്ലൊരു രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെള്ളം കുറച്ച് കൂടുതൽ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് 3 വിസിൽ വരുന്നിടം വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് 3 വിസിൽ വന്ന് അതിനകത്തെ ആവിയെല്ലാം പോകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പായസത്തിന് വേണ്ടി കുക്കറിൽ വേവിച്ചെടുത്ത അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഉരുളിയിലോട്ട് മാറ്റി അതിലോട്ട് ശർക്കരപ്പാനിയൊക്കെ ചേർത്ത് ഇളക്കിയെടുക്കാം. ഉരുളി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇത് 1/2 കിലോ ശർക്കര ഉരുക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ചോറും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ വേവിച്ചെടുത്ത ചോറും അതുപോലെ തന്നെ ശർക്കരപ്പാനിയും കൂടെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് നേരം ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേനും പതുക്കെ കുറുകി വരാൻ തുടങ്ങും. അപ്പോൾ കുറുകി വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ 2-ാം പാൽ ഒഴിക്കും. ഏകദേശം 5-8 മിനിറ്റ് എടുക്കും നമുക്ക് ഇത് കുറുകി വരാനായിട്ട്. തീ സിമ്മിലിട്ട് വേണം നമുക്ക് ഇത് ചെയ്തെടുക്കാൻ. സിമ്മിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ നമുക്ക് ഇടാവുന്നതാണ്. ഇപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്, പതുക്കെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കാം. ഇപ്പോൾ നന്നായിട്ട് ശർക്കരപ്പാനി ഇതിലോട്ട് ചേർന്ന് കുറുകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശർക്കര തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നല്ല ഡാർക്ക് കളറുള്ള ശർക്കര വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട്. എന്നെങ്കിൽ മാത്രമേ പായസത്തിനും ഇതുപോലെ തന്നെ നല്ല ഇരുണ്ട കളറ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുറുകി വരുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. രണ്ടാം പാൽ ഒഴിച്ചതും കുറുകി വന്നിട്ടുണ്ട്.
ഇതുപോലെ കുമിളകൾ പൊട്ടി പൊട്ടി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പായസം കുറുകി വന്നുകൊണ്ടിരിക്കുകയെന്നാണ്. അപ്പോൾ ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുവാണ്. ഒരു നുള്ളു മാത്രം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഒന്നാം പാൽ ഒഴിക്കുന്നത്. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ചെടുത്ത ഏലക്കയും ജീരകവും ചെറിയ ജീരകവും ചുക്കും കൂടെയുള്ള മിക്സ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കിതിലോട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം കശുവണ്ടി മുന്തിരി ഇതിലോട്ട് നെയ്യിൽ വറുത്തിടാം. ഇനി കശുവണ്ടിയും മുന്തിരിയും വറുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നെയ്യ് ചൂടായിട്ടുണ്ട്. നെയ്യ് ഒഴിക്കുന്നതിന് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് നെയ്യ് നന്നായിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നെയ്യ് ഒഴിക്കാവുന്നതാണ്. കശുവണ്ടി ഇട്ട് കൊടുക്കുവാണ്. ഇത് 50 ഗ്രാം കശുവണ്ടിയാണ്. ഇനി ഇതിലോട്ട് മുന്തിരി ചേർത്ത് കൊടുക്കാം. കശുവണ്ടി ഫ്രൈ ആയി വരുന്നുണ്ട്. കശുവണ്ടിയും മുന്തിരിയും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. നമ്മളിന്നുണ്ടാക്കിയ അരിപ്പായസം റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്ന ഈ റെസിപ്പി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടത് എല്ലാവർക്കും നന്ദി. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.